ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് SIT അന്വേഷണ സംഘം. സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി വൈകാതെ SIT നോട്ടീസ് കൊടുക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ഇതിനോടകം തന്നെ 3 നോട്ടീസുകൾ SIT നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു നോട്ടീസും നൽകിയില്ല എന്നാണ് എ പത്മകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ അതല്ലെങ്കിൽ നിലവിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയാണ് എ പത്മകുമാർ. സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് കടക്കാവുന്നതേ ഉള്ളൂ, കസ്റ്റഡിയിലും എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്തരം നടപടിക്രമങ്ങൾ ഇതുവരെ കടന്നിട്ടില്ല. വീണ്ടും ഒരിക്കൽ കൂടി അന്വേഷണ സംഘം എ പത്മകുമാറിന് നോട്ടീസ് നൽകാനാണ് തീരുമാനം. നേരത്തെ പത്മകുമാർ സാവകാശം ചോദിച്ചിരുന്നു. ഒരു ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണത്തിന് ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട ഈ സാവകാശം ചോദിച്ചത്. പക്ഷേ എ പത്മകുമാർ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്, ആറന്മുളയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ദിനചര്യകളൊക്കെ ആ നിലയിൽ തന്നെ നടത്തുന്നുമുണ്ട്. ഇപ്പോഴും അല്പസമയം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് പോയതേ ഉള്ളൂ. സ്ഥിരമായി ഈ ഷട്ടിൽ കളിക്കാനായി രാവിലെ പുലർച്ചെ പോകാറുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോയതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളുമായി തന്നെ വീടുമായി ബന്ധപ്പെട്ടും വീടിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നത്. ദീർഘദൂര യാത്രകൾ ഉൾപ്പെടെ നടത്തുന്നുമില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതുവരെയും നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായ N വാസുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. എ പത്മകുമാറിനെ കൂടി കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളത് ഉൾപ്പെടെയുള്ള ആലോചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ടാണ് N വാസുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതും വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറസ്റ്റോ അതല്ലെങ്കിൽ കസ്റ്റഡിയോ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.